ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ ദ്വീപ് സമൂഹങ്ങളിൽ അതിസുന്ദരമായ ഒരു ദ്വീപാണ് കൽപ്പേനി ദ്വീപ്. നമ്മൾ കൽപ്പേനി ദ്വീപിലാണ് ഉള്ളത്. കൽപ്പേനി ദ്വീപിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മളെ കപ്പൽ നങ്കൂരട്ടിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഈ ബോട്ട് വഴിയാണ് നമ്മൾ നേരെ ഇവിടെ വന്നത്. ഇവിടുന്ന് വന്നിട്ട് പിന്നെ നമ്മൾ ഈ പാലം വഴിക്കാണ് നമ്മൾ റൂമിലേക്ക് പോയത്. ഇത് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നല്ല അടിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇതിങ്ങനെ വേലിയേറ്റവും വലിയിറക്കുണ്ടാകും. അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിക്കൊണ്ട് ആ തലക്കൊരു കപ്പലൊക്കെ കാണുന്നുണ്ട്. ഇതിൽ കാണുന്നുണ്ട് അറിയാം. ഒരു കപ്പലവിടെ കുറേ ദൂരത്തിനുള്ള കപ്പലൊക്കെ ഉണ്ട്. ക്ലിയർ ഉണ്ടാവില്ല ഉണ്ടല്ലോ. അതേപോലെ അവിടെ ഇതേപോലെ ഇറങ്ങുന്ന സ്ഥലമുണ്ട് കേട്ടോ. എൻ്റെ ഇത് കണ്ടില്ലേ ഇവിടെ അതിർത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഈ ഒരു ഷേപ്പ്. ഇതെല്ലാ ഭാഗത്തുണ്ട് കേട്ടോ. കടൽ തീരങ്ങളെല്ലായിടത്തും ഉണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ എല്ലാ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചാൽ അത് കണ്ടില്ലേ ഒരു വെള്ളം അക്കു. ഇത് പുതിയൊരു ബോട്ടതുണ്ടല്ലേ. എന്താ കാക്കകൾ ഇഷ്ടം പോലെ കേട്ടോ. കാക്കയ്ക്ക് കുറവില്ല. അതേപോലെ തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എല്ലാ ഇതിൻ്റെ ചുവട്ടിലുണ്ട്. ഈ തേങ്ങയ്ക്ക് ഇതാ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ചാടിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചാൽ ഇത് കണ്ടോ, ഇതിലൊക്കെ ഉണ്ടാവും ഒരു ഓട്ട കണ്ടോ. അതിനൊരു ഓട്ടുണ്ട്. ഇത് കണ്ടല്ലോ അതിൻ്റെ ഓട്ട. ഇത് എലി തിന്നാന്ന് പറഞ്ഞത്. എലികൾ ധാരാളം ഉണ്ട്. ഒരു തെങ്ങിൽ എലി കയറിയാൽ പിന്നെ ആ എലി അപ്പുറം ചാടി അങ്ങനെ കുറേ എലികളുണ്ട്. ഇതാ ഇവിടെ ഒരു പള്ളി കേട്ടോ. ഇത് ഉത്തേപ്പള്ളി മസ്ജിദ് കൽപ്പേനി ലക്ഷദ്വീപ്. എല്ലാ പള്ളിയിലും ഉണ്ട് ഇതേപോലെ കുളങ്ങൾ. അധികം മിക്ക പള്ളിയിലും കുളങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ആ കുളത്തിൽ ഇതാ നിറയെ മീനുകളൊക്കെ ഉണ്ട്. ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അത് നോക്കി. ഇത് ഉപ്പ് രുചി ഇല്ലല്ലോ ഇതിൻ്റെ രുചി. നേരെ അപ്പുറത്ത് നമ്മളെ കടലാണ്. പക്ഷേ എന്തില്ല, കുളത്തിലെ വെള്ളം ഉപ്പ് രുചി ഇല്ല. കണ്ടോ, അത് കടല അപ്പുറത്ത്. നിസ്കാര സമയമൊക്കെ കൊടുത്തിട്ടതാ. നമ്മൾ ലോഹർ സ്കെച്ചിട്ട് നിറയെ തെങ്ങുകളൊക്കെ അല്ല. നല്ല സുന്ദരമായ നാട് തന്നെയാണ് കേട്ടോ കൽപ്പേനിയിൽ കണ്ട. കൽപ്പേനിയിൽ എല്ലാ സാധനങ്ങളും നമ്മളെ നാട്ടിൽ നിന്ന് എത്തുന്നതാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ മെയിനായിട്ട് മീനുണ്ട്, അതേപോലെ തന്നെ തേങ്ങയുണ്ട്. ഇതൊരു ആക്രിക്കടയാണ് ഇവിടെ തോന്നുന്നത്. അതേപോലെ തന്നെ കണ്ടില്ലേ ഈ തെങ്ങിനൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദരമാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഇവിടെ ഒരു മെറ്റലൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്ന് ഇറക്കിയതാവും. ഇത് സർക്കാരിനാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ റോഡുകൾ കേട്ടോ. റോഡുകളൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് റോഡാണ്. പിന്നെ അത്രയും വാഹനങ്ങളൊന്നുമില്ല, കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് തന്നെ ഈ റോഡ് ധാരാളം തന്നെ മതി. ഇതുണ്ടല്ലോ ഒരു വണ്ടി വരുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ അല്ല, ഗുഡ്സ് കടുവ. അതെന്താണ് മെറ്റലാണ് പോണത്. ഇവിടെ എന്താ പറയുക, നാട്ടിൽ നിന്ന് ഒരു വന്നിട്ടുണ്ടാവും. അവിടുന്ന് കപ്പലിൽ നിന്ന് ഇറക്കി ഇവർ ഗുഡ്സ് വഴി കൊണ്ടുപോവുകയാണ് സംഭവം. വേറൊരു വാഹനങ്ങളെ ശല്യമൊന്നുമില്ല. കുറേ കാക്കള സൗണ്ട് ഉണ്ട്, കുറേ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ട്, വേറെ ശബ്ദമല്ല. അല്ല, നമ്മൾ എപ്പോഴാണ് കടലിൽ ഇറങ്ങുക? വാട്ടർ തീം പാർക്കിലേക്ക് പോയാൽ. പക്ഷേ ആദ്യം ഞങ്ങൾ വെള്ളത്തിൽ കയറി മുന്നേ മറ്റേതൊക്കെ ചെയ്തോളി പറഞ്ഞവരെ ആദ്യം കഴിഞ്ഞ് ഇതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് കടലിൽ ഇറങ്ങാം അല്ലേ. കടലത്തെ അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് ചെയ്യണം. ഇതുണ്ട് ഓലോണ്ടൊക്കെ ഇങ്ങനെ മറച്ചിക്കണ്. ഓലോണ്ട് ലക്ഷദ്വീപ് അഗ്രോ പ്രോസസ്സിങ് സെൻറ്റർ. അവിടെ എന്താ ചായക്കട? അത് ഇത്തിഹാദ് അല്ല, ഇത്തിഹാദാണ്. കിണറാ? യോ, അത് എത്ര ആയുള്ളൂ. അടിയിൽ പാരത് ഉപ്പില്ല, നല്ല ശുദ്ധമായ വെള്ളം. എത്ര കിലോമീറ്ററിന് മാഷായില്ല അങ്ങോട്ട്? അത്രക്ക് 7 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. പിന്നെ വീതി സ്റ്റാർട്ട് പിന്നെ 2 എൻഡിലും സെൻറ്ററിലും വ്യത്യാസമുണ്ട്. അതെ. എൻഡിൽ വരുമ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററാണ്. സെൻറ്ററിലൊക്കെ ഒരു 3 കിലോമീറ്റർ. അതെ, ഒരു ആവറേജ് 1.5 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ 3 ആണ് അല്ലേ. പിന്നെ ചുരുങ്ങി വരികയാണ്. വേറൊരു പീസൊക്കെ അവിടെ എന്താ നിങ്ങൾ വർക്ക് എടുക്കണത് കാണട്ടെ. LD ഒമ്നി വേണ്ടില്ലേ, നല്ല വണ്ടിയില്ലേ.
സുഹൃത്തൊക്കെ ഈ ബോട്ടിൻ്റെ സാധനങ്ങളൊക്കെ വെക്കണ ഓരോരോ കുടിലുകളാണ്. ഇത് കുറേ ഉണ്ട് ഈ ഭാഗത്ത്. ഇത് കണ്ടില്ലേ നങ്കൂർ കിട്ടുന്ന എൻ്റെ കയറിലൊക്കെ വണ്ണം നോക്കി. ഇത് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ്, ആകെ ഒരു പെട്രോൾ പമ്പുള്ളൂ, ഇന്ത്യൻ ഓയിൽ. ഇതൊക്കെ സർക്കാർ സ്ഥാപനമാണ്. പിന്നെ ഇവിടുത്തെ BSNL ടവർ, ആകെ ഒരു BSNL റേഞ്ച് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇത് ഇവിടുത്തെ റേഷൻ കടകളൊക്കെയാണ്, സ്റ്റേഷനറി അങ്ങനത്തെ ഇന്ത്യൻ ഓയിലൊക്കെ കിട്ടുന്ന റേഷൻ വഴിയാണ് ഇവിടെ കൊടുക്കുന്നത്. കുറേ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കൽപ്പേനി സബ് പോസ്റ്റ് ഓഫീസ്, ഇതാണ് BSNLൻ്റെ ഓഫീസ്. നിലവിൽ കൽപ്പേനിയിൽ BSNL മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ വർക്ക് നടന്നു കൊടുക്കുകയാണ്. ഇത് പഞ്ചായത്ത് ഭവൻ വില്ലേജ് ഓഫീസൊക്കെയാണ് അത്. ഇതാണ് ഇവിടെ എന്താ പറയുക, ഇതാണ് പോലീസ് സ്റ്റേഷന്. ഇവിടെയാണ് നമുക്ക് വർക്കുള്ളത് കേട്ടോ. ഇവിടെ ഇൻ്റർലോക്കിൻ്റെ കട്ടകളൊക്കെ നേരത്തെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വർക്കുള്ളത്. ഇവിടെ നമ്മൾ ഇൻ്റർലോക്ക് ഇനി വിരിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെയാണ് നമ്മൾ വർക്ക് എടുക്കേണ്ടത്. നമ്മളെ പണിക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ അതൊക്കെ കിണറാ? ഇതൊക്കെ ഓരോ കിണറുകളാണ് കണ്ടോ. അതിൽ വെള്ളമുണ്ട്, പക്ഷെ വെള്ളം ഒരു കച്ചറയൊക്കെ കിടക്കണ്ടല്ലോ. ഓരോരോ കിണർ, അവിടെയൊക്കെ കിണർ, ഇതൊക്കെ വീടിൻ്റെ കിണറാവും. ഇതിലൊക്കെ തേങ്ങ നിറച്ച്. മുരിങ്ങ മരമുണ്ട്, കവുങ്ങ് അത്രയല്ല ഇവിടെ, പക്ഷെ ഒരു കവുങ്ങ് മരമൊക്കെ കാണുന്നുണ്ട്. തെങ്ങാണ് മെയിൻ, തെങ്ങ് തന്നെയാണ് പ്രധാനം. അതൊരു ഹോട്ടലാണ് കേട്ടോ, താജ് ഹോട്ടൽ. അതാണ് പച്ചമുളകൊക്കെ ചുവന്ന മുളകായിട്ടുണ്ട്. ഇവിടെ പച്ചക്കറികൾക്കാണ് ബുദ്ധിമുട്ട്, നമുക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം എല്ലാ പച്ചക്കറികൾക്കും. അതുകൊണ്ട് ഓരോ ഉള്ളിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഏതായാലും ആ ഒരു വിഷയം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതൊരു കടയാണ്, നമ്മൾ സാധനം വാങ്ങിയ ഒരു കടയാണ് അത്. ചെറബേ നല്ല പോണ്ടേ, നോക്കി പോണ്ടേ, ഓക്കെ കഴിച്ചില്ലേ? ആ ഇപ്പൊ തന്നെ അതിന് എന്തൊരു ബ്രേക്കില്ലേ? നല്ല പോണ, നല്ല ഓണടിച്ച വരുന്നത്. ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ആ കുട്ടികളെ മുന്നേക്ക് ചെടി വണ്ടിൻ്റെ അല്ലാ രക്ഷപ്പെട്ടു. നല്ല ചെടികളൊക്കെ വെച്ച് അടിപൊളിയായിട്ടുള്ളൊരു വീട്. ഇതാ നമ്മളെ നാട്ടിലത്തെ പോലെ മതിലൊക്കെ കെട്ടി മുകളിൽ ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു വീട്. ഇത് ഇവിടുത്തെ ഒരു ഹൈസ്കൂളാണ് കേട്ടോ, ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ കൽപ്പേനി. ഇതാ കുഴപ്പമില്ലാത്ത 3 നിലയൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ സ്കൂളാണ്, ഹൈസ്കൂള്. വാഴത്തോട്ടം ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മളിതിൻ്റെ കുറച്ച് ഭാഗത്ത് ഇപ്പോൾ ഇതിലേ പോയിട്ടുള്ളൂ. ഇനി നമ്മൾ കുറേ ഭാഗങ്ങളിൽ കൽപ്പനിയിലെ മറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ആധാർ സെൻ്ററാണ് അവിടെ, ഒരു ആധാർ കട. ഇങ്ങനെയൊക്കെയാണ് കടകളും. ചില ഭാഗത്ത് കടകളുണ്ടാവും, ചില വീടിനെ ചാരിയാവും, ചിലത് കുറച്ച് ഉള്ളിലേക്കാവും. അങ്ങനെ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല, ഏതെങ്കിലും ഭാഗത്ത് കടകളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് കടയുള്ളത് എന്താണെന്നൊക്കെ അറിയാം. ഇതൊക്കെ ഉണ്ടോ, ഒരു ചാക്ക് മെറ്റലൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയത്. എത്ര ചാക്ക് മെറ്റലിനാ നോക്കോ? 120 റുപ്യാണ് ഒരു ചാക്ക് മെറ്റലിന്. അതായത് 1.5 കൊട്ട ഉണ്ടാവും ഒരു ചാക്കിൽ. ഇവിടെ എത്തുമ്പോൾ 120 റുപ്യ ഇതിനെ ചാർജ് വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. ഒന്ന് ഇവിടെ ഒരു ബുർദ മജ്ലിസിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് ഈ മദ്രസൻ്റെ കെയർ ഓഫിൽ. അതിൻ്റെ ഒരുക്കങ്ങളിലാണ് കേട്ടോ. അവിടെ നമ്മൾ റൂമിൻ്റെ അടുത്താണ്. ഇത് നല്ല യാത്ര. ഇതിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും സൈക്കിൾ. ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങും. നല്ല പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും സൈക്കിൾ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചുറ്റി ഇറങ്ങി നമ്മൾ വീട്ടിലെത്തിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.